بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. ربنا زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനത്തിൽ ദീനിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ആഗ്രഹത്തോടെ താല്പര്യത്തോടെയും ഉദ്ദേശത്തോടെയുമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ മനോഹരമായി അവൻ്റെ മുന്നിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് സന്തോഷം കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടും നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ളയുടെ അഖീദത്തു അഹ്ലിസുന്ന വൽ ജമാഅ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠനം ആരംഭിച്ചത്. 2 ക്ലാസ്സുകൾ ഒരേ ദിവസത്തെ 2 സമയങ്ങളിലായി നമ്മൾ സംസാരിച്ചു. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിലാണ് നമ്മളുള്ളത്. 2-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു അഖീദത്തു അഹ്ലിസുന്ന വൽ ജമാഅ. അഖീദത്തു മുസ്ലിം എന്ന് പറയാതെ അഹ്ലുസുന്നയുടെ അഖീദ എന്ന് തന്നെ പറയാനുള്ള കാരണം, ഇവിടെ എല്ലാ മുസ്ലിം വിശ്വസിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുക എന്നതിനേക്കാൾ ഉപരി ഈ പുസ്തകത്തിന്റെ ഈ തഅലീഫിന്റെ രചനയുടെ ലക്ഷ്യം അഹ്ലുസുന്നയല്ലാത്ത ഇസ്ലാമിലെ ഇതര കക്ഷികളിൽ നിന്ന് അഹ്ലുസുന്നയുടെ വിശ്വാസം എങ്ങനെയാണ് വ്യതിരക്തമാകുന്നത് എന്നതാണ് ഈ പുസ്തകത്തിന്റെ ഈ രചനയുടെ സബ്ജക്റ്റ്. അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്, അഖീദ എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു രചന ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസത്തിൽ തൗഹീദുർ റുബൂബിയ്യയും തൗഹീദുൽ ഉലൂഹിയ്യയും സംസാരിക്കുന്നതിനേക്കാൾ അധികം ഈ ഗ്രന്ഥത്തിൽ നമ്മൾ സംസാരിക്കുന്നത് തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത് ആയിരിക്കും. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, പേരുകൾ, അവൻ്റെ വിശേഷണങ്ങളെ ഉൾക്കൊള്ളുന്നിടത്ത്, വിശ്വസിക്കുന്നിടത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നിലപാടുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി തന്നെ പറഞ്ഞു. അത് ഒരു ജനറലായി ഫസ്ല് തഫ്സീലോടുകൂടെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, വിശദമായി തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ ഒരു ആകത്തുക നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ സ്പെസിഫിക്കായി ഓരോ വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ ഓരോ വിശേഷണങ്ങളിലും സിഫത്തുകളിലും എന്ത് നിലപാടാണ് അഹ്ലുസുന്ന സ്വീകരിക്കേണ്ടത് എന്നതാണ് പിന്നീട് നമ്മളിപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള കിതാബിലെ 12-ാമത്തെ പേജാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന ഹദീസുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. ഇനി 12-ാമത്തെ പേജിന്റെ തുടക്കത്തിലാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധിയിൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശൈഖ് പറയാണ്, വനുഅ്മിനു ബിഅന്നഹു സുബ്ഹാനഹു വ തആല യഅതി യൗമൽ മആദ് ലിൽ ഫസ്ലി ബൈനൽ ഇബാദ് ലിഖൗലിഹി തആല. ഭാഷാപരമായി നല്ല രസത്തിൽ കൂടെയാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ അവതരണം. വനുഅ്മിനു, നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു, ബിഅന്നഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. യഅതി യൗമൽ മആദ് ലിൽ ഫസ്ലി ബൈനൽ ഇബാദ്. ഒരു ഭംഗിയിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ യൗമുൽ മആദ് എന്ന് പറഞ്ഞാൽ, ആദാന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോയി എന്നാണ്. യൗമുൽ മആദ് എന്ന് പറഞ്ഞാൽ മടക്കത്തിന്റെ ദിവസം എന്നാണ്. മടക്കത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവരും മടങ്ങിപ്പോകുന്ന ഖിയാമത്ത് നാളാണ് അർത്ഥം. യൗമുൽ ഖിയാമ എന്നവിടെ പ്രയോഗിക്കാതെ യൗമുൽ മആദ് എന്ന് പ്രയോഗിച്ചത് ലിൽ ഫസ്ലി ബൈനൽ ഇബാദ് ചേർത്തി പറയുമ്പോൾ ഒരു സജ ഉണ്ട് അവിടെ. അങ്ങനെ ഒരു എന്താ പറയാ, നമ്മൾ
ഭാഷാപരമായ ഒരു രസത്തിൽ അവതരിപ്പിക്കുന്നു എന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമുൽ മആദിൽ വരും. എന്തിനിൽ ഫസ്ലി ബൈനൽ ഇബാദ്, അടിമകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ. ഫസ്ൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ വേർതിരിച്ച് നിർത്തുന്നതിന് പറയും ഫസ്ൽ. നമ്മൾ അധ്യായങ്ങൾക്ക് ഫസ്ൽ എന്ന് പറയും, കാരണം ഒന്നിൽ നിന്ന് മറ്റൊന്ന് വേർതിരിയുന്നത് എന്ന അർത്ഥത്തിൽ ഫസ്ൽ. അപ്പൊ ലിൽ ഫസ്ലി ബൈനൽ ഇബാദ്, അടിമകൾക്കിടയിൽ എന്താക്കാൻ, തീർപ്പ് കൽപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വരും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ വെച്ച് എല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയത്ത് വിധി തീർപ്പിന് വേണ്ടി വരുന്ന സന്ദർഭത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വരും എന്നതിനെ കുറിച്ച് നമ്മൾ എന്താക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ മജീ, വരൽ, അതിനെക്കുറിച്ചാണ് ഈ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വരുമെന്ന് പറഞ്ഞാൽ അള്ളാഹു അശരീരിയായി നമ്മളോട് സംസാരിക്കുമെന്നല്ല, അള്ളാഹു അവന്റെ ധാത്തു കൊണ്ട്, അസ്തിത്വം കൊണ്ട് വരും. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ് തെളിവ്? കല്ല ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. സൂറത്തുൽ ഫജ്ർ നമുക്കൊക്കെ അറിയുന്ന ഭാഗം. കല്ല ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക, ഭൂമി ഒരു പൊളിക്കൽ അല്ലെങ്കിൽ പിളർക്കൽ, ഒരു തകരൽ തകർക്കപ്പെട്ടാൽ, ദക്കൻ ദക്ക. ഇവിടെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇത് എന്തിനാണ് 2 തവണ പറഞ്ഞത്? സാധാരണ അറബിയിൽ ഒരു കാര്യം തുടർച്ചയായി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഉദ്ദേശം തൗക്കീദായിരിക്കും, ഉറപ്പിച്ചു പറയാം. ദക്കൻ ദക്ക, പൊടി പൊടിയാക്കി തീർക്കും എന്ന് പറയാൻ. മറ്റൊരു ഇഹ്തിമാല് കൂടെ, ഒരു സാധ്യത കൂടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഭൂമിയെ ആദ്യം ഒന്നാകെ പൊളിക്കും, പിന്നെ ആ പൊളിഞ്ഞ ഭൂമിയെ വീണ്ടും എന്താക്കും, പൊളിക്കും. അപ്പൊ അത് തർത്തീബാണ്, ബാഴ് ഒന്ന് കഴിഞ്ഞ് ഒന്നും ചെയ്യും എന്ന് പറയാനാണ് എന്ന സാധ്യതയോട് കൂടെ പറയുന്നുണ്ട്. ഏതായാലും ഖിയാമത്ത് നാളോട് അടുപ്പിച്ച് മനുഷ്യർ എല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞാൽ, സൃഷ്ടികൾ എല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആകാശവും ഭൂമിയും എല്ലാം അള്ളാഹു എന്താക്കും, നശിപ്പിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അപ്പൊ കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കും. മനുഷ്യരും മൃഗവും ജിന്നും മലക്കും അങ്ങനെ എല്ലാവരും നശിക്കുമെന്നാണ്. അപ്പൊ എല്ലാവരും നശിക്കും. കല്ല ഇതാ ദുഃഖത്തിൽ. അപ്പൊ അതിനെക്കുറിച്ച് പറയാണ്, ഭൂമി ഒന്നാകെ പൊട്ടിച്ചു കളയുന്ന ദിവസം. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, എന്നിട്ട് നിന്റെ റബ്ബ് വരും. ജാ റബ്ബുക, നിന്റെ റബ്ബ് വരും. വൽ മലക്കു, അതിന്റെ പിന്നിൽ മലക്ക് വരും. ഇവിടെ മലക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ജിൻസാണ്. മലക്കുകൾ വരും, മലക്കുകൾ വരും. എങ്ങനെ? സൊഫൻ സൊഫ. അപ്പൊ റഹ്മാനായ റബ്ബും അതിന്റെ പിന്നിൽ അവന്റെ സൈന്യമായ മലക്കുകൾ സൊഫൻ സൊഫ, ഓരോ അണിയായി നിന്ന് വരും, മഹ്ശറയിൽ വരും. വജീഅ യൗമഇദിൻ ബിജഹന്നം, ആ ഘട്ടത്തിൽ നരകത്തെ അവിടേക്ക് കൊണ്ടുവരപ്പെടും. പ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്. ജാ വന്നു, ജിഅ കൊണ്ടുവരപ്പെട്ടു, ബി എന്ന് കൂടെ ചേർത്തി പറയാം. അപ്പൊ ജിഅ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരപ്പെടും. അപ്പൊ ഇവിടെ അള്ളാഹുവും മലക്കുകളും പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ, അവർ ഹാജറായി കഴിഞ്ഞാൽ, വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്നത്തെ ദിവസം ജഹന്നം അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കപ്പെടും. യതദക്കറുൽ ഇൻസാൻ യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. അപ്പൊ ആ ദിവസം മനുഷ്യരിങ്ങനെ ഓർത്തെടുക്കും. എന്തോർത്തെടുക്കും? അവന്റെ പ്രവർത്തനങ്ങൾ ഓർത്തെടുക്കും. ഈ ജഹന്നമിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടോ എന്ന് അവൻ ഓർത്തെടുക്കും. അന്നാ ലഹു ദിക്റ. അപ്പൊ ഓർത്തിട്ട് എന്ത് കാര്യം? ഓർക്കുണ്ടെങ്കിൽ ഇപ്പൊ ഓർക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ആലോചിക്കണം, ഹയാത്തിലുള്ളപ്പോൾ ആലോചിക്കണം. ശരിയായിരുന്നോ തെറ്റായിരുന്നോ? അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റിയിട്ടുണ്ടോ? അടിമകളോടുള്ള ബാധ്യതകൾ നിറവേറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഓർക്കുകയാണെങ്കിൽ, ഓർക്കുന്നവർക്ക് ഉപകാരം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഓർക്കണം. നരകം മുന്നിൽ കൊണ്ടുവരപ്പെടുന്ന സമയത്ത് ചില മനുഷ്യർ ഓർക്കും, അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയാം. ഏതായാലും ഈ ആയത്തിൽ അഖീദയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് വിവരിക്കുന്നത് വജാഅ റബ്ബുക്, അള്ളാഹു സുബ്ഹാനഹു വ തആല വരും. എങ്ങനെ വരും അത് നമുക്കറിയില്ല, പറഞ്ഞിട്ടില്ല. എങ്ങനെ വരും എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ റബ്ബ് വരും. അവന്റെ ദാത്തിനോട്, അസ്തിത്വത്തോട് യോജിക്കുന്ന രൂപത്തിൽ, അവന്റെ മഹത്വത്തിന് അനുയോജ്യമായ രൂപത്തിൽ, അവന്റെ അളമത്തും ജലാലിയത്തും ഒക്കെ പ്രകടമാക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വരും. അപ്പൊ വരും എന്നതിനെ നമുക്ക് വേണമെങ്കിൽ എന്താക്കിക്കൂടെ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സംസാരിച്ചതുപോലെ അശരീരിയായിട്ടാണ് സംസാരിക്കുക എന്ന് പറഞ്ഞൂടെ? അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഈ വരവിനെ കുറിച്ച് നമുക്ക് ആശങ്കയില്ല. വരണമെങ്കിൽ എന്ത് വേണം? അപ്പം ഈ നമുക്ക് ഒരു പക്ഷേ ഈ നമ്മുടെ നാട്ടിലെ ചർച്ചക്കാൾ അപ്പുറത്ത് ലോകത്തെ
മുസ്ലിം സമൂഹത്തിലുള്ള ഈ വ്യതിയാന കക്ഷികൾ, ഇതര വ്യതിയാന കക്ഷികളെ കുറിച്ചുകൂടെ മനസ്സിലാക്കാതിരുന്നാൽ ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ വലിയ സംഭവമാക്കി പറയേണ്ടതുണ്ടോ എന്ന് നമുക്ക് തോന്നാം. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വരണമെങ്കിൽ കാല് വേണ്ടേ എന്ന് ചോദിക്കുന്നവർ ഉണ്ട്. അപ്പൊ വരാന്ന് പറഞ്ഞാൽ വരണം, ഒരാൾ വരണമെങ്കിൽ എന്ത് വേണം? നടന്നു വരണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരാൾക്ക് കാല് വേണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കാലുണ്ടായാലാണല്ലോ നടന്നു വരാം. അപ്പോ അള്ളാഹു വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നവർ കാലുള്ള അള്ളാഹിനെയാണ് വിശ്വസിക്കുന്നത് എന്നാണ് അവർ പറയാം. അപ്പൊ നമ്മൾ പറയുന്നു കാലുണ്ട്, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല വരുന്നത് കാലുകൊണ്ടാണോ അറിയില്ല. കാരണം നമ്മൾ നടക്കുന്നത് പോലെ രണ്ട് കാലുകൾ ഓരോ കാല് വെച്ചാണ് നടക്കുക, അല്ലെങ്കിൽ അള്ളാഹു വരിക എന്ന് മനസ്സിലാക്കിയാൽ അത് വലിയ തെറ്റാണ്, അത് വലിയ ഗുരുതരമായ പിഴവാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്തിത്വത്തിന് യോജിക്കുന്ന രൂപത്തിലാണ് അവന്റെ വിശേഷണങ്ങളെല്ലാം ഉള്ളത്. അവന്റെ ഔന്നിത്യത്തിന്, അവന്റെ ജലാലിയത്തിന് യോജിക്കുന്ന രൂപത്തിലാണുള്ളത്. അത് നമ്മളുമായി ബന്ധമില്ല, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും സൃഷ്ടികളുടെ എന്തെങ്കിലും വിശേഷണമായി ദാത്തിയായോ ഫിഅലിയായോ ഒന്നുമില്ല. രണ്ട് രൂപത്തിലുള്ള സിഫത്തുകളുണ്ട്. ഒന്ന് ദാത്തിയായ സിഫത്തുകളാണ്, അവന്റെ അസ്തിത്വത്തെ അറിയിക്കുന്ന സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ കണ്ണ്, കൈ, കാല് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ദാത്തിനെ, അവന്റെ അസ്തിത്വത്തെ അറിയിക്കുന്ന സിഫത്തുകളുണ്ട്. മറ്റു ചില സിഫത്തുകൾ ഫിഅലിയായ സിഫത്തായിരിക്കും. ഏതുപോലെ? തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ യൻസിലു റബ്ബുന, റബ്ബു സുബ്ഹാനഹു വ തആല ഇറങ്ങും. നുസൂൽ, ഇറക്കം, അതൊരു പ്രവൃത്തിയാണ്, ഫിഅലാണ്. ഇവിടെയും മജീ, ജാ, റബ്ബു വരും, ആ വരുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഫിഅലാണ്. അപ്പൊ ഫിഅലാകട്ടെ അഥവാ പ്രവർത്തിക്കുന്ന കാര്യമാകട്ടെ, ഇനി അവന്റെ അസ്തിത്വത്തെ അറിയിക്കുന്ന വിശേഷണങ്ങളാകട്ടെ, രണ്ടും ആണെങ്കിലും ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പോലെ യാതൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ ഫിഅലുകൾ, പ്രവർത്തനങ്ങൾ, ഇറങ്ങുക, വരിക എന്നൊക്കെ പറയുന്നത് ലോകത്ത് മറ്റേതെങ്കിലും സൃഷ്ടി ഇറങ്ങുകയോ വരികയോ ചെയ്യുന്നത് പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും പോലെ അല്ലാത്തത് കൊണ്ടാണത്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു വരും എന്നതിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? അവൻ ദാത്ത് കൊണ്ട് ലാഹിറായ അതിന്റെ അർത്ഥം എന്താണ്? വരും എന്നതാണ്. അത് അങ്ങനെ തന്നെ നമ്മൾ എന്താക്കുന്നു? വിശ്വസിക്കുന്നു. അത് നമ്മൾ നിഷേധിക്കൂല. അള്ളാഹു അങ്ങനെ വരില്ല എന്ന് നമ്മൾ നിഷേധിക്കൂല. അതുപോലെ തന്നെ അതിന് വ്യാഖ്യാനിക്കുകയുമില്ല. ഏതുപോലെ? അള്ളാഹു വരുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ വരുമെന്നാണ്, അല്ലെങ്കിൽ അവൻ അശരീരിയായി സംസാരിക്കുമെന്നാണ് എന്ന് വ്യാഖ്യാനിക്കുകയുമില്ല. എന്തുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിക്കുകയില്ല? കാരണം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും അതിന്റെ ലാഹിറിലാണ് നമ്മൾ എടുക്കുക. പ്രകടമായ അർത്ഥം, അല്ലെങ്കിൽ മുതബാദിറു ഇല ദിഹിൻ, ആ പ്രയോഗം കൊണ്ട് ഏറ്റവും ആദ്യം കേട്ടാൽ സാധാരണക്കാരന് മനസ്സിലാകുന്ന ആദ്യത്തെ അർത്ഥം എന്താണ്? അതാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ടാവുക. ഇനി അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരും, ഇത് പ്രകടമായ അർത്ഥമല്ല, ഇതുകൊണ്ട് അർത്ഥം ഇങ്ങനെയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു തരും. സ്വഹാബികൾ അത് വിശദീകരിച്ചു തരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹത്താ യഅതിയകൽ യഖീൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. യഖീന് നിങ്ങൾക്ക് വന്നെത്തുന്നത് വരെ. അപ്പൊ യഖീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ദൃഢമായ, അതിന്റെ പ്രകടമായ അർത്ഥം മുതബാദിറു ഇല ദിഹിൻ, അത് വാക്ക് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ആ പ്രയോഗത്തിന്റെ ആദ്യാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഉറപ്പ്, ദൃഢത എന്നൊക്കെയാണ്. പക്ഷെ ആ ആയത്തിൽ അതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ എന്നും സഹാബികൾ പറഞ്ഞു, അവിടെ യഖീൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഉറപ്പായും സംഭവിക്കുന്ന മരണത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പോ ആയത്തിൽ വന്ന ഒരു പ്രയോഗത്തിലെ പ്രകടമായ ലാഹിറായ അതിന്റെ മുതബാദിറു ഇല ദിഹിൻ, അത് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലാകുന്ന അർത്ഥമല്ല, മറ്റൊന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്കിൽ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കും, സ്വഹാബികൾ അത് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ എന്നതിൽ ജാ എന്ന അള്ളാഹുവിന്റെ സിഫത്തിനെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിന്റെ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥാക്കുന്നത് റബ്ബ് ദാത്തിനാൽ വരുമെന്നല്ല, അസ്തിത്വത്താൽ വരുമെന്നല്ല, മറിച്ച് അവന്റെ കൽപ്പനകൾ വരുമെന്നോ അവന്റെ അശരീരി കൊണ്ട് അവൻ സംസാരിക്കുമെന്നോ ആണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പറഞ്ഞു തരും, സ്വഹാബികൾ അത് പഠിപ്പിച്ചു തരും. അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അഹ്ലു സുന്ന എന്ത് വിശ്വസിക്കും? വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ, റബ്ബ് വരും, അതിന്റെ പിന്നാലെ മലക്കുകളും അണിയണിയായി വരും. അപ്പൊ ആ വരവ് എങ്ങനെയാണ് അത് നമുക്കറിയില്ല. മനുഷ്യൻ വരുന്നത് പോലെയല്ല. വരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പെട്ടിവരവ് ഉണ്ടല്ലോ, പെട്ടിവരവ് വരാന്നാ പറയാ. പക്ഷെ അതെന്താ? അത് സാധാരണ ഒരാൾ വരുന്ന പോലെ വരവല്ല, അത് വേറൊരു വരവാണ്. എന്നാൽ പിന്നെ ഗൾഫിൽ പോയ ഒരാൾ വരാന്ന് പറയുന്നത് വരാന്നാണ് പറയാ, ആന വരുന്നതിനും വരാന്നാണ് പറയാ. പക്ഷെ ഇത് മൂന്ന് രൂപത്തിലാണ് അത് സംഭവിക്കുക. അതായത് ഒരു പ്രവൃത്തിയെ ഒരു പിന്നെ അത് ചെയ്യുന്ന ആളിലേക്ക് ചേർത്തി പറയുന്നതിനനുസരിച്ച് അതിന്റെ സ്വഭാവവും സന്ദർഭവും സാഹചര്യമൊക്കെ മാറും. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വരും. അതെങ്ങനെ വരും? റബ്ബ് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, അവന്റെ ഔന്നിത്യത്തിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വരുമെന്ന് വനുമിനു നമ്മൾ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തൊരു സംഭവം,
വനുഅ്മിനു നമ്മൾ വിശ്വസിക്കുന്നു ബി അന്നഹു തആല ഫഅാലുൻ ലിമാ യുരീദ്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് ഫഅാലുൻ, അവൻ പ്രവർത്തിക്കുന്നവനാണ്, ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നവനാണ്. ഫഅാൽ എന്ന് പറഞ്ഞാൽ ഫാഇൽ എന്ന് പറയുന്നതിന്റെ തഫ്ളീൽ വസനാണ്. ഫാഇൽ ഫാഇൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നവൻ, ഫഅാൽ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എങ്ങനെയും പ്രവർത്തിക്കാൻ പറ്റുന്നവനാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഫഅാൽ എന്ന് പറയുന്നത്. ഇതിലൂടെ ഒരു സംഭവം കൂടെ സാന്ദർഭികമായി പറയാം. ഫഅാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവൻ വിശേഷണമായി പറഞ്ഞതാണ്. പക്ഷെ അത് ഇസ്മായി നമ്മൾ കണക്കാക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ ഉണ്ട്, അവൻ ഫഅാലാണ് എന്നതുകൊണ്ട് ആ വിശേഷണത്തിൽ നിന്നൊരു ഇസ്മ അള്ളാഹ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പാടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇസ്മുകൾ അള്ളാഹു അവനുണ്ട് എന്ന് പറഞ്ഞ ഇസ്മുകൾ മാത്രമേ അള്ളാഹുവിനെ നമ്മൾ എന്താക്കാൻ പറ്റുള്ളൂ, വക വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇസ്മായി നമ്മൾ വകവെക്കാൻ പാടില്ല എന്നത് അസ്ലാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് അതിന്റെ വിശദീകരണ ശേഷം ഈ കിതാബിൽ പറയുന്നുണ്ട്. വനുഅ്മിനു, അഥവാ നമ്മൾ വിശ്വസിക്കുന്നു ബി അന്ന ഇറാദത്തുഹു തആല നൗആൻ, അള്ളാഹുവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലുണ്ട്. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കുമെന്ന് പറയുമ്പം പിന്നെ ചില ആളുകൾ പറയല്ലോ, അപ്പൊ അള്ളാഹുവിന് ഇവിടെ മുഴുവൻ എന്താക്കിയാ പോരെ, വിശ്വാസികളെ മാത്രം സൃഷ്ടിച്ചാൽ മതിയല്ലോ. അതുപോലെ അള്ളാഹു എന്തിനാണ് പിന്നെ വ്യഭിചാരം എന്ന് പറയുന്ന ഒരു 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 ക്രിയയെ, ഒരു പ്രവർത്തനത്തെ സൃഷ്ടിച്ചവനാരാണ്? അള്ളാഹുവാണ്. എന്നിട്ട് ആ വ്യഭിചാരം അള്ളാഹു ഓർക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവൻ ഉദ്ദേശിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവന് തൃപ്തിയുള്ള കാര്യങ്ങൾ മാത്രം സൃഷ്ടിച്ചാൽ മതി എന്ന് ആര് പറയാറുണ്ട്? യുക്തിവാദികളെന്ന് സ്വയം മനസ്സിലാക്കുന്നവർ പറയാറുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ അങ്ങനെയാണോ? ആണ്. അപ്പം പിന്നെ പല നിലക്കുള്ള കൺഫ്യൂഷൻസ് ഇതിൽ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അള്ളാഹുവിന് എല്ലാം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അവൻ മെലിഞ്ഞൊരു തടിച്ചാളുണ്ടാക്കട്ടെ, അല്ലെ നീളമുള്ള ഒരു കുറിയാളുണ്ടാക്കട്ടെ എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് എങ്ങനെ സാധിക്കുമെന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള ഒരു വ്യവസ്ഥിതി, ഭൂമി എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണ്, മനുഷ്യരെന്ന് പറഞ്ഞാൽ എത്ര നിസാരമായ ചെറിയ പിന്നെ കോലത്തിലും ഭാവത്തിലും ജീവിക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരുടെ യുക്തിയിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാം. എന്നിട്ട് പറയാം നമുക്ക് മനസ്സിലാക്കുക ഈ ചെറുത് അത് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രയോഗമാണ്, വലുത് അത് നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രയോഗമാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പ്രയോഗവും രീതിയും ഒക്കെ വെച്ചിട്ട് അള്ളാഹു നമുക്ക് തോന്നുന്ന പോലെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമല്ല, അതുകൊണ്ട് കാര്യവുമില്ല. അപ്പൊ അള്ളാഹുവിനെ അങ്ങനെ കഴിയുമെന്ന് വെച്ചാൽ നമ്മൾ പറയും കഴിയും. അത് നമ്മളല്ല മനസ്സിലാക്കേണ്ടത്. നമ്മൾ വ്യാഖ്യാനിക്കുന്ന, നമ്മൾ പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് അള്ളാഹു സൃഷ്ടിക്കുകയല്ല, അവൻ സൃഷ്ടിക്കും. അപ്പൊ അതിന്റെ രൂപഭാവങ്ങളെ കുറിച്ച് നമുക്കറിയില്ല, അവൻ സൃഷ്ടിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ഉദ്ദേശം അള്ളാഹുവിനുണ്ട്. ഇപ്പൊ ഇറാദത്ത്, മശീഅത്ത്, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പിന്നെ ഇറാദത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് കൗനിയാണ്, പ്രാപഞ്ചികമായ കാര്യം എന്ന് നമ്മൾ പറയും. അള്ളാഹുവിന്റെ കൗനിയായ ഇറാദത്തിന്റെ പ്രത്യേകത യഖഉ ബിഹാ മുറാദുഹു വലാ യൽസമു അൻ യകൂന മഹ്ബൂബൻ ലഹു. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളോടെ നടക്കും, അത് അവന് ഇഷ്ടമുള്ളതായിക്കൊള്ളണം എന്നില്ല. ഇപ്പം ഇവിടെ ഒരു കൊലപാതകം നടക്കുന്നു, അത് അവൻ ഉദ്ദേശിച്ചിട്ടാണെന്ന് വെച്ചാലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ഉദ്ദേശിച്ച് ഇവിടെ നിർമ്മിക്കുന്ന കാര്യങ്ങളെല്ലാം അവന് തൃപ്തികരവും ഇഷ്ടപ്പെട്ടതുമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ അതാണ് കൗനിയായ ഇറാദത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ഇറാദത്ത് കൊണ്ട്, അവന്റെ ഉദ്ദേശം കൊണ്ട് സംഭവിക്കും. പക്ഷെ ആ സംഭവിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളല്ല. ഏതുപോലെ? വഹുവല്ലത്തി ബി മഅനൽ മശീഅ, അതാണ് ഇവിടെ മശീഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് ഏതുപോലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലൗ ശാ അല്ലാഹു മഖ്തതലു വലാകിന്നല്ലാഹ യഫ്അലു മാ യുരീദ്. വലൗ ഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മഖ്തതലു, അവരെന്താക്കുമായിരുന്നില്ല, അവർ പരസ്പരം പോരടിക്കുമായിരുന്നില്ല. മനുഷ്യർ പിന്നെ വിഭാഗങ്ങളായി പിന്നെ അതിർത്തിയുടെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ, മതത്തിന്റെയും ഒക്കെ പേരിൽ പരസ്പരം എന്താക്കുന്നുണ്ട്, തമ്മിൽ തല്ലുന്നുണ്ട്, പരസ്പരം പിന്നെ എന്താക്കുന്നുണ്ട്, വിഭജിച്ചു പോകുന്ന സ്വഭാവം മനുഷ്യർക്ക് ഉണ്ടാകുന്നുണ്ട്. തല്ലാന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലാണ്. മനുഷ്യർ വേർപിരിഞ്ഞു പോകുന്നുണ്ട് വ്യത്യസ്ത കാരണങ്ങളാൽ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരങ്ങനെ പ്രവർത്തിക്കുമായിരുന്നില്ല. വലാകിന്നല്ലാഹ യഫ്അലു മാ യുരീദ്. അപ്പൊ ഇവിടെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്നിവിടെ പറയുന്നതിന്റെ കാരണം അള്ളാഹുവിന് മശീഅത്ത് ഇല്ലാത്തത് കൊണ്ടല്ല, അഥവാ
അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കണമെന്ന് റബ്ബ് എന്താക്കിയിട്ടില്ല, നിനച്ചിട്ടില്ല. അത് കൗനിയാണ്, പ്രാപഞ്ചികമായ കാര്യമാണ്. അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് മനുഷ്യർ പരസ്പരം തല്ലുണ്ടാക്കാതിരിക്കണം, പരസ്പരം വിഭാഗീയതയും പരസ്പരം പോരും മനുഷ്യർ ചെയ്യാതിരിക്കുക എന്നതാണ് റബ്ബിന്റെ തൃപ്തി. അതാണ് റബ്ബിന്റെ തൃപ്തി. പക്ഷെ ഇങ്ങനെ നടക്കുമെന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് പ്രാപഞ്ചികമായ അള്ളാഹു ചെയ്യുന്ന കാര്യമാണ്. ഇനി അതിന്റെ ഹിക്മത്തിനെ കുറിച്ച് തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് കൗനിയാണെങ്കിൽ മറ്റൊന്ന് ശറഈയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഇറാദത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് കൗനിയാണ്, പ്രാപഞ്ചികമായ കാര്യങ്ങളാണ്, അത് സംഭവിക്കുമെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് സംഭവിക്കുന്നതിന് റബ്ബിന് തൃപ്തിയുള്ള കാര്യങ്ങളല്ല. എന്നാൽ ശറഈയായ കാര്യങ്ങൾ ശറഈയായ അള്ളാഹുവിന്റെ ഇറാദത്തുണ്ട്, മശീഅത്തുണ്ട്. അതിന് പ്രത്യേകത എന്താണ്? ലാ യൽസമു ബിഹാ വുഖൂഉൽ മുറാദ്. അത് അള്ളാഹു ഉദ്ദേശിക്കൂ എന്ന് പറയുമ്പോൾ അത് സംഭവിക്കണമെന്ന് നിർബന്ധമല്ല. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നു, അടിമകളെല്ലാവരും അള്ളാഹുവിനോട് തൗബ ചോദിക്കണമെന്ന് റബ്ബും ഉദ്ദേശിക്കുന്നു. പക്ഷെ ശറഈയായ കാര്യങ്ങൾ അത് എല്ലാവരും ചെയ്തു കൊള്ളണമെന്ന് നിർബന്ധമില്ല. എന്നാലോ വലാ യകൂനുൽ മുറാദു ഫീഹാ ഇല്ലാ മഹ്ബൂബൻ ലഹു. എന്നാൽ അത് സംഭവിക്കുക എന്നത് റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവുമായിരിക്കും. ഖൗലിഹി തആല വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്നാണ്, തൗബ നിങ്ങൾക്ക് നൽകണമെന്നാണ് അവൻ എന്താക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്. അപ്പൊ എല്ലാ അടിമകളും അള്ളാഹുവിനോട് തൗബ ചോദിക്കണമെന്നാണ് റബ്ബിന് ഇഷ്ടം. പക്ഷെ അത് സംഭവിക്കുകയില്ല. അപ്പൊ എന്താണ് ഇത് തമ്മിലെ വ്യത്യാസം എന്ന് വെച്ചാൽ, കൗനിയായ പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ ഇറാദത്തുകൾ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും, പക്ഷെ അത് നടക്കുന്നതിന് അള്ളാഹുവിന് തൃപ്തിയില്ല. ശറഈയായ അള്ളാഹുവിന്റെ ഇറാദത്തുകൾ എന്ന് പറഞ്ഞാൽ അതങ്ങനെ നടക്കണമെന്നതാണ് റബ്ബിന് ഇഷ്ടം. പക്ഷെ എല്ലാ സ്ഥലത്തും അങ്ങനെ നടക്കുകയില്ല. അത് റബ്ബ് തന്നെ സംവിധാനിച്ച സുന്നത്താണ്. എന്തിന്? അത് അദ്ദേഹം വിശദീകരിക്കാണ്. വനുഅ്മിനു, നമ്മൾ വിശ്വസിക്കുന്നു, ബി അന്ന മുറാദുൽ കൗനി വശറഈ. ഈ രണ്ട് കാര്യമായാലും അള്ളാഹുവിന്റെ ഉദ്ദേശം, അവന്റെ ഇറാദത്ത് കൗനിയ പ്രാപഞ്ചികമായതായാലും ശറഈ ആയതായാലും താബിഉൻ ലി ഹിക്മതിഹി, അവന്റെ ഹിക്മത്തിനനുസരിച്ചാണ് അതൊക്കെ സംഭവിക്കുക. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ എല്ലാവരെയും അവൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നതല്ല, അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് എന്തുകൊണ്ടാക്കിയില്ല? ആക്കാൻ അവന് പറ്റും, അവൻ ഫഅാലു ലിമാ യുരീദാണ്. പക്ഷെ എന്തുകൊണ്ടാക്കിയില്ല? അത് താബിഉൻ ലി ഹിക്മതിഹി, അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട്. അപ്പം മനുഷ്യരായ ആളുകൾ തിന്മ ചെയ്യുന്നു അവൻ ഇഷ്ടമില്ലാതെ. മനുഷ്യരായ ആളുകൾ അവൻ ഇഷ്ടമുള്ള നന്മകൾ എന്താക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ഇത് തമ്മിൽ എങ്ങനെയാണ് യോജിക്കാന്ന് ചോദിച്ചാൽ, രണ്ടും സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ ഹിക്മത്ത് അനുസരിച്ചുകൊണ്ടാണ്. ഫകുല്ലു മാ ഖല്ലാഹു ഖൗനൻ, കൗനിയായി അള്ളാഹു ഇവിടെ നടക്കണമെന്ന് വിധിച്ചിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും, ഔ തഅബ്ബദ ബിഹി ഖൽഖുഹു, ഇനി അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇവിടെ മനുഷ്യർ എന്താക്കുന്നു, ആരാധനയായി ചെയ്യുന്നു, ശറഅൻ. അപ്പൊ ഇവിടെ പ്രാപഞ്ചികമായി അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളാകട്ടെ, ശറഈയായി അടിമകൾ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, ഫഇന്നഹു ലിഹിക്മത്തിൻ, അതെല്ലാം അള്ളാഹുവിന്റെ ഒരു ഹിക്മത്തിനനുസരിച്ചുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുക. വഅലാ വഫ്ഖിൽ ഹിക്മ, അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട്. ആ ഹിക്മത്തിന് യോജിക്കുന്ന രൂപത്തിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുക. സവാഉൻ അലിംനാ മിൻഹാ മാ നഅലം, ചിലതൊക്കെ അലിംനാ മിൻഹാ, ചില കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അതിന്റെ ഹിക്മത്ത് ഇതാണ് എന്ന് നമുക്ക് എന്താകും, അറിയും. എന്നാൽ ചില കാര്യങ്ങൾ മാ നഅലം, നമുക്ക് അറിയുകയില്ല. ഔ തഖാസറതു ഉഖൂലുനാ അൻ ദാലിക്, അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ വിഷയം എന്തായിരിക്കും എന്ന് വെച്ചാൽ, നമ്മുടെ ബുദ്ധി കൊണ്ട് അത്തരം ഹിക്മത്തുകളെ മനസ്സിലാക്കുക കഴിയാത്ത വിധത്തിൽ നമ്മുടെ ബുദ്ധിക്ക് എന്തുണ്ടാവും, തക്കാസുറുണ്ടാവും, പരിമിതി ഉണ്ടാവും, അത് ചുരുങ്ങിയതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ചുരുക്കം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഅാലു ലിമാ യുരീദാണ്, അവൻ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അത് നിഷേധിക്കാൻ പാടില്ല. അപ്പൊ ചില ആളുകൾ പറയും, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നടപ്പാക്കുന്നില്ല. കാരണം എന്താ? അപ്പൊ അങ്ങനെ നടപ്പാക്കുന്ന, അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നടപ്പാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ കൊലപാതകങ്ങൾ, ഇവിടുത്തെ വ്യഭിചാരങ്ങൾ, ഇവിടുത്തെ ശിർക്കടക്കമുള്ള തിന്മകൾ, ഇതൊക്കെ റബ്ബ് ഉദ്ദേശിച്ച് നടപ്പാക്കാണെന്ന് പറയേണ്ടി വരും എന്ന് ചില ആളുകൾ അള്ളാഹു പ്രകടിപ്പിച്ചിട്ടില്ല, അവൻ പഠിപ്പിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു വേജാറ് ചിലർ പ്രകടമാക്കും. എന്നിട്ട് പറയും, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറയും. അപ്പൊ അഹ്ലുസുന്ന പറയും, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നെയാണ് അവരെന്താക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ മോശം കാര്യങ്ങൾ നടത്തുന്നതോ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇറാദത്തുകൾ രണ്ടെണ്ണുണ്ട്. കൗനിയായ ഇറാദത്തുകൾ അവൻ തൃപ്തിപ്പെട്ടുകൊണ്ടല്ല ഇവിടെ സംഭവിക്കുക. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ, വലൗ ശാ അല്ലാഹു മഖ്തതലു
വലാകിന്നല്ലാഹ യഫ്അലു മാ യുരീദ്. അപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ട് എന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹിക്മത്തുണ്ട്. ആ ഹിക്മത്ത് ചിലത് നമുക്കറിയും. ഇപ്പൊ ഒരു സമൂഹത്തിൽ ബാധിക്കുന്ന പ്രളയം, അതിന്റെ ഹിക്മത്തുകളിൽപ്പെട്ട ഒരു ഹിക്മത്താണ് അവൻ ശിക്ഷിക്കുമെന്നത്. അവനെ ചില കാര്യങ്ങൾക്ക് അവന്റെ അടിമകളെ ഇഹലോകത്ത് തന്നെ വെച്ച് ശിക്ഷിക്കും എന്നതൊരു ഹിക്മത്താണ്. രണ്ടാമത്, ആ ശിക്ഷ ഇപ്പൊ സ്വാലിഹീങ്ങളായ ആളുകൾ അതിൽ പെട്ടുപോയിട്ടില്ലേ? ഉണ്ട്. അത്തരം ആളുകൾക്ക് പരലോകത്ത് വെച്ച് അവരുടെ തുറവികൾ, അവരുടെ ദറജകൾ ഏറ്റിക്കിട്ടാനുള്ള മാർഗമാണത്. ഇങ്ങനെ ചിലത് നമുക്ക് മനസ്സിലാവും, ചിലത് നമുക്ക് എന്താകൂല, മനസ്സിലാകൂല. അത് ശറഈയായ കാരണങ്ങൾ നമുക്ക് മനസ്സിലാകൂല. ഉദാഹരണത്തിന് ഇപ്പം വുളു നമ്മൾ എടുത്തു, നമ്മൾ വുളു ഉണ്ടാക്കി. ഇനി ആ വുളു കീഴ്വായി പോയാൽ വുളു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിലിപ്പം നമുക്ക് ചിലപ്പോൾ മനസ്സിലാകാം, അതൊരു കീഴ്വായി പോകുക എന്ന് പറയുന്നത് ഒരു ശുദ്ധി ഇല്ലാത്ത സംഗതിയാണ്, അപ്പൊ അത് സംഭവിക്കുമ്പോൾ വുളു മുറിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ വുളു മുറിയുന്ന കാര്യങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്, ആ ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ വുളു മുറിയും, വുളു ബാത്തിലാവും. അപ്പൊ ഒരാള് മരുവസ്കരിച്ചു, എന്നിട്ട് പോയിട്ട് ഒട്ടകമന്തിയൊക്കെ തിന്നിട്ട് ഇശാസ്കരിക്കാൻ വന്നു. അപ്പൊ ഞാൻ കിഴിവായി പോയിട്ടില്ല, മൂത്രമൊഴിച്ചിട്ടില്ല, എന്റെ വുളു പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ നിസ്കരിക്കാൻ പാടില്ല. അയാൾ ഒട്ടകർച്ചി ഭക്ഷണം തിന്നാൽ വുളു മുറി. അത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ അതിന്റെ ഹിക്മത്ത് എന്താ? ആടിറച്ചി കഴിച്ചാൽ വുളു മുറിയില്ല, പോത്തിന്റെ ഇറച്ചി കഴിച്ചാൽ വുളു മുറിയില്ല, ചിക്കൻ കഴിച്ചാൽ വുളു മുറിയില്ല, പച്ചക്കറി കഴിച്ചാൽ വുളു മുറിയില്ല, ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ വുളു മുറിയും. എന്താ അതിന്റെ ഹിക്മത്ത്? അത് നമുക്കറിയില്ല. അതാണ് എന്നാൽ കീഴ്വായു പോയാൽ എന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാം, അതൊരു അശുദ്ധി സംഭവിക്കുന്നുണ്ട് എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒന്നും ചിലത് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശറഈ ആയതാകട്ടെ കൗനി ആയതാകട്ടെ, അവൻ ഉദ്ദേശിച്ച് അവൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങളുടെ ഹിക്മത്തെല്ലാം നമുക്ക് മനസ്സിലാകണമെന്ന് പറഞ്ഞാൽ, അല്ലെ, ഇപ്പോൾ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടി അവന്റെ ഉപ്പ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവനെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ലല്ലോ. ഒരു കമ്പനിയിൽ വ്യത്യസ്ത ദർജയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും. സാധാരണക്കാരനായ ഒരു എംപ്ലോയിക്ക് അവിടെ എടുക്കുന്ന CEO എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഉടമ എടുക്കുന്ന തീരുമാനങ്ങളുടെ എല്ലാം ഹിക്മത്ത് വളരെ താഴെക്കടിൽ നിൽക്കുന്ന ഒരു എംപ്ലോയിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. അപ്പൊ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം റഹ്മാനായ റബ്ബ്, ഖാലിഖും മാലിക്കും മുദബ്ബിറുമായ റബ്ബിന്റെ പ്രവർത്തനങ്ങളുടെ തീരുമാനങ്ങളുടെ ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെട്ടാലേ നമ്മൾ ചെയ്യൂ എന്ന് പറയുന്നതിൽ എന്തില്ല, അർത്ഥമല്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൗനിയായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാകട്ടെ ശറഈയായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാകട്ടെ, അഥവാ അള്ളാഹുവിന്റെ തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അത് അവന്റെ ഉദ്ദേശത്തിൽ തന്നെയാണ് നടക്കുന്നത്, അവന്റെ ഇറാദത്ത് കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്, അവന്റെ മശീഅത്തോടു കൂടെ തന്നെയാണ് സംഭവിക്കുന്നത്. അതിന് അള്ളാഹുവിന് അവൻ്റെതായ ഹിക്മത്തുമുണ്ട്. ഇനി നേരെ തിരിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ത്വാഅത്തിലായിക്കൊണ്ട് മനുഷ്യരെല്ലാവരും നടക്കുന്നതാണ് ഖൈർ എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ അള്ളാഹു അങ്ങനെയാണോ പ്രപഞ്ചത്തെ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്? അല്ല. വളരെ കുറഞ്ഞ ആളുകൾ, ഖുർആൻ പല സ്ഥലങ്ങളിൽ പറയുന്ന കാര്യമാണ്, ധാരാളം ആളുകൾ എന്താക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന്. എന്നാൽ കുറഞ്ഞ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവർ തഖ്വ കാണിക്കുന്നു, മുഅ്മിനീങ്ങളാകുന്നു എന്നൊക്കെ പറയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹു പ്രപഞ്ചത്തെ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കുറഞ്ഞ ആളുകൾ മാത്രമാണ് എപ്പോഴും അവന് വിധേയപ്പെടുക, അവനെ അനുസരിക്കുക എന്നാണ് പ്രപഞ്ചത്തെ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ എല്ലാവരിലും സംഭവിക്കട്ടെ എന്നവൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് ശറഈയായ അള്ളാഹുവിന്റെ ഇറാദത്ത് ആ നിലക്കാണ് റബ്ബ് സംവിധാനിച്ചത്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെതായ ഹിക്മത്തുകളുണ്ട്. അപ്പൊ ചിലതിനെ ഹിക്മത്ത് നമുക്ക് അറിയുന്നു, ചിലത് നമുക്ക് അറിയുന്നില്ല, ചിലത് മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധി നമുക്ക് അള്ളാഹു തന്നിട്ടുമില്ല. അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. റബ്ബ് വിധി പറഞ്ഞ, റബ്ബ് തീരുമാനിച്ച, അവൻ ഇവിടെ പ്രവർത്തിക്കുന്നതായ സൃഷ്ടിക്കുന്നതായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, ഹിക്മത്ത് പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഹിക്മത്ത് കാണിക്കുന്നവൻ റബ്ബല്ലേ എന്ന് ചോദ്യമുണ്ട്. അപ്പൊ ഈ ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഖുർആനിലെ ചോദ്യങ്ങൾ, ഒട്ടുമിക്ക ചോദ്യങ്ങളും എന്തല്ല, ഇസ്തിഫ്ഹാമിയല്ല, അങ്ങനല്ലേ എന്ന ചോദ്യമല്ല, മറിച്ച് എന്താണ്, സ്റ്റേറ്റ്മെന്റ് ആണ്, അങ്ങനെയാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അലൈസ അല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്നതൊരു ചോദ്യമല്ല, ഹാക്കിമീങ്ങളിൽ വെച്ച് ഏറ്റവും ഹിക്മത്തോടുകൂടെ പ്രവർത്തിക്കുന്നവൻ റബ്ബാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യുഖിനൂൻ, കുറച്ച് മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനേക്കാൾ നന്നായി ഹിക്മത്ത് പ്രയോഗിക്കുന്നവരായിട്ട് ആരുണ്ട്
എന്ന് അള്ളാഹുവിന്റെ ചോദ്യം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവൃത്തികൾ, അവന്റെ ഫിഅലുകൾ, അവനിവിടെ സൃഷ്ടിക്കുന്നതും അവനിവിടെ നടപ്പിലാക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഫഅാലു ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് നടത്തുന്ന പ്രവൃത്തികളാണ്. അവന്റെ പ്രവൃത്തികൾ കൗനിയുണ്ട്, അവന്റെ ഇറാദത്ത്, അവന്റെ ഉദ്ദേശം കൗനിയായതുണ്ട്, അതുപോലെ തന്നെ ശറഈയായതുണ്ട്. കൗനിയായത് സംഭവിക്കും, പക്ഷെ റബ്ബിന് അതിൽ തൃപ്തിയുള്ള കാര്യങ്ങളല്ല. ശറഈയായത് റബ്ബിന് തൃപ്തിയുള്ളതാണ്, പക്ഷെ എല്ലാവരിലും അത് സംഭവിക്കും എന്ന് ഉറപ്പുമില്ലാത്ത കാര്യങ്ങൾ. ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ഇവിടെ അവന്റെ ത്തിനനുസരിച്ച് സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ എന്താക്കുന്നു? അഹ്ലുസുന്ന എന്താക്കുന്നു? വിശ്വസിക്കുന്നു. വനുമിനു, അടുത്തൊരു കാര്യം, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നു. ബി അന്നല്ലാഹ തആല യുഹിബ്ബു ഔലിയാഅഹു വഹും യുഹിബ്ബൂനഹു. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്, റബ്ബിന്. അപ്പൊ ഇവിടെ നമ്മുടെ അള്ളാഹുവിന്റെ വിശേഷണം നമ്മളിവിടെ സ്ഥിരപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ വിശേഷണം എന്താണെന്ന് ചോദിച്ചാൽ ഹുബ്ബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്തുണ്ട്? സ്നേഹമുണ്ട്. റബ്ബ് അവന്റെ അടിമകളെ സ്നേഹിക്കും. ഔലിയാഅഹു, അവന്റെ വലിയകളെ സ്നേഹിക്കും. അല്ല, വലിയ ഉണ്ടാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവന്റെ അടുപ്പക്കാരായ വലിയകൾ ഉണ്ട് എന്ന് പറയുന്നത് എന്തല്ല? നിരർത്ഥകല്ല, തെറ്റല്ല, അത് ബാത്തിലല്ല. അത് അള്ളാഹു സ്ഥിരപ്പെടുത്ത കാര്യമാണ്. അള്ളാഹുവിന് വലിയകൾ എല്ലാ കാലത്തും ഉണ്ട്. പ്രവാചകന്റെ കാലത്തുണ്ട്, അതിന്റെ ശേഷകാലത്തുണ്ട്, ഇക്കാലഘട്ടത്തിലുണ്ട്. എല്ലാ കാലത്തും അള്ളാഹുവിന് എന്തുണ്ട്? അവന്റെ അടുപ്പക്കാരായ വലിയകളുണ്ട്. ആ വലിയകളെ അവൻ എന്താക്കുകയും ചെയ്യും? ഇഷ്ടപ്പെടുകയും ചെയ്യും. വഹും യുഹിബ്ബൂനഹു, ആ ഔലിയാക്കൾ അള്ളാഹുവിനെയും എന്താക്കും? ഇഷ്ടപ്പെടും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഹുബ്ബ് എന്ന സിഫത്തുണ്ട്, റബ്ബ് സ്നേഹിക്കും. ഓക്കെ, അതിപ്പോ നമുക്ക് അംഗീകരിക്കാൻ ഒരു പ്രയാസമൊന്നും തോന്നില്ല. അപ്പൊ സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്തല്ല, തെറ്റായ കാര്യം നമുക്ക് തോന്നിക്കൊള്ളണം എന്നില്ല. അതിന്റെ തെളിവ് എന്താണ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹ്. പ്രവാചകനോട് പറയണം, പ്രവാചകർ താങ്കൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. എന്താണ് മനുഷ്യരോട് പറയേണ്ടത്? നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഉനി, നിങ്ങൾ എന്നെ എന്താക്കുക? പിൻപറ്റുക. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മൾ പ്രകടമാക്കേണ്ടത് എങ്ങനെയാണ്? പ്രവാചകനെ പിൻപറ്റുകയാണ്. അപ്പൊ പ്രവാചകനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, കാന ഖുൽഖുഹു അൽ ഖുർആൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു? ഖുർആനായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിന്റെ കലാം എന്തായിരുന്നോ അതിന്റെ പ്രായോഗിക രൂപമാണ് ആരുടെ ജീവിതം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അത് അങ്ങനെ തന്നെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് റഹ്മാനായ റബ്ബിന്റെ കലാം നമ്മൾ എന്താക്കുന്നു? പ്രായോഗികവൽക്കരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകർ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്താക്കണം? എന്നെ അനുസരിക്കണം, ഇത്തിബാ ചെയ്യണം. അനുസരിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് അനുകരിക്കണം എന്നതാണ് ഇത്തിബാ എന്ന് പറയും. ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരണം, ഇത്തിബാ ചെയ്യുക എന്ന് പറഞ്ഞാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, അനുകരിക്കുക. പ്രവാചകൻ എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടത്തം എങ്ങനെയായിരുന്നു? പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? പ്രവാചകന്റെ മുഖം എങ്ങനെയായിരുന്നു? പ്രവാചകന്റെ താടി എങ്ങനെയായിരുന്നു? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പരമാവധി എന്താക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആകാൻ ശ്രമിക്കുക എന്നർത്ഥം. ഈ അടുത്ത് ഷെയ്ഖ് റുഹൈലിയുടെ ഒരു സംസാരം കേൾക്കാൻ ഇടയായി. അദ്ദേഹം പറയുന്നത്, ഖുർആൻ ഓതുമ്പം ഷെയ്ഖ് റുഹൈലിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം, ഖുർആൻ ഓതുമ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ വന്ന അതേ കാര്യങ്ങൾ നമ്മുടെ നാവിലൂടെയും വരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യം ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ്. അപ്പൊ ഹദീസ് തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ പ്രയോഗങ്ങൾ തന്നെയാണ് ഹദീസിലെ വാക്കുകൾ എന്ന് നമുക്ക് ഉറപ്പിക്കുക സാധ്യമല്ല. കാരണം ഹദീസിന്റെ ആശയം പരിപൂർണമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വാക്കുകൾ ചിലപ്പോൾ എന്തുമാകാം? റിവായത്ത് ചെയ്ത ആളുകളുടേതുമാകാം. പക്ഷെ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാവിധിയാണ് ഒരാൾ ഖുർആൻ ഖുർആന് തർത്തീല. അപ്പൊ അതിനനുസരിച്ച് ഒരാൾ ഖുർആൻ ഓതുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം, അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചരിച്ച പോലെയാണ് ഞാൻ ഉച്ചരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റിയ കാര്യം അത് ഖുർആൻ ഓതുമ്പോഴാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദവും ആസ്വാദനവും അതാണ് എന്ന് ഈ അടുത്ത്
അദ്ദേഹം ഈ അടുത്ത് പറഞ്ഞതായിക്കൊള്ളുന്നില്ല, ഞാൻ ഈ അടുത്ത് കണ്ടൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ ഇത്തിബാഅ് ചെയ്യുന്നുവെങ്കിൽ അവർ അത് എന്തിന്റെ അടയാളാണ്? പിന്നെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളാണ്. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചകനെ ഇത്തിബാഅ് ചെയ്താൽ യുഹിബ്ബുക്കുമുള്ള, അള്ളാഹു നിങ്ങൾ എങ്ങോട്ടും എന്താകും? ഇഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല, ആ ആള് നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളിടത്താണ് കാര്യം. അപ്പൊ നമുക്ക് കുറെ ആൾക്കാരെ ഇഷ്ടമുണ്ടാവും. ഇപ്പൊ ചില നമ്മൾ ഇടപെടുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, ചിലപ്പോൾ നമ്മൾ പറയല്ലോ, നമ്മൾ ഇടപെടുന്ന ചില സുഹൃത്തുക്കളിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാള് ചിലപ്പോൾ അയാൾക്ക് തിരിച്ച് ഇങ്ങോട്ട് അത്ര തന്നെ ഇഷ്ടം നമ്മളോടായിക്കൊള്ളുന്നില്ല. അതിനേക്കാളും ഇപ്പൊ ഒരു പിന്നെ ഫ്രണ്ട് സർക്കിളിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊക്കെ എനിക്ക് അയാളെയാണ് ഭയങ്കര ഇഷ്ടം, പക്ഷെ മൂപ്പർക്ക് എന്നെക്കാളും ഇഷ്ടം വേറെ ചില ഫ്രണ്ട്സിനാണെങ്കിൽ നമ്മളപ്പോൾ സാറ്റിസ്ഫൈഡ് ആവില്ല. നമ്മളെ നന്നായി ഇഷ്ടപ്പെടുന്ന ആള് നമ്മളെങ്ങോട്ടും ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ എന്താകുക? സാറ്റിസ്ഫൈഡ് ആകുക. അപ്പം നമുക്ക് റബ്ബിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ റബ്ബ് നമ്മളെ കൂടെ ഇഷ്ടപ്പെടുമ്പോഴാണ് അത് പൂർത്തീകരണത്തിലേക്ക് എത്തുക സത്യത്തിൽ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു നമ്മൾ ഇഷ്ടപ്പെടും. റബ്ബിനെ ഇഷ്ടപ്പെടുക എന്ന മഹബ്ബത്ത് എന്നൊരു സിഫത്തുണ്ട്. അവന്റെ അടിമകൾ ഇഷ്ടപ്പെടും. അതിന്റെ ചില മാർഗങ്ങളാണ് ഒന്ന് എന്ത് സ്നാത്തുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഅ് ചെയ്യുക. മറ്റൊന്ന് ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അപ്പൊ ഇത് പിന്നെ സൂറത്തു സഫ് ആരംഭത്തിലുള്ള ആയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല യഅതില്ലാഹു ബിഖൗമിൻ, അള്ളാഹു മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും. അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ പ്രത്യേകതയാണ് യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അവരെ അള്ളാഹു ഇഷ്ടപ്പെടും, തിരിച്ച് അവർക്ക് അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ അള്ളാഹു എന്താക്കും? കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ മഹബത്ത് അവിടെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് എന്നർത്ഥം. ഇനി ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അതുപോലെ തന്നെ വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ. ഇത് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ആയത്താണ്. വല്ലാഹു യുഹിബ്ബു അസ്വാബിരീൻ. അള്ളാഹു ക്ഷമിക്കുന്ന ആളുകളെ എന്താക്കുന്നു? ഇഷ്ടപ്പെടുന്നു. വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. വഅഖ്സിതു നിങ്ങൾ എന്താക്കുക? നീതി പാലിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നീതി പാലിക്കുന്നവരെ റബ്ബിന് എന്താണ്? ഇഷ്ടമാണ്. അപ്പോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് നീതിപൂർവം ഇടപെടുന്നവർ. വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ വഅഹ്സിനു നിങ്ങൾ ഏറ്റവും നന്നാക്കി ചെയ്യുക, ഇഹ്സാനോടുകൂടെ നിങ്ങൾ പ്രവർത്തിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സിഫത്താണ്. അത് നമ്മൾ എന്താക്കും? അത് നമ്മൾ ഇപ്പൊ അശ്അരിയാക്കൾ, നമ്മുടെ നാട്ടിലുള്ള വലിയ വിഭാഗം മുസ്ലിമീങ്ങൾ അഖീദയായി അവർ പിന്തുടരുന്നത് അശ്അരിയത്താണ് എന്നാണ് അവർ പറയാം. അതിൽ തന്നെ പ്രശ്നമുണ്ട്. ഏതായാലും അവർ തന്നെ സ്വയം അംഗീകരിക്കുന്ന കാര്യം അവർ അശ്അരിയത്താണ് പിൻപറ്റുന്നത്. അശ്അരിയത്തിൽ ഒരു വിഭാഗം 5ഉം ഒരു വിഭാഗം 7ഉം സിഫത്തുകളും മാത്രമേ എന്താക്കുള്ളൂ? അള്ളാഹുവിൻ്റെത് അംഗീകരിക്കുള്ളൂ. ഏത്? റഹ്മാനായ റബ്ബിന്റെ, ഖാലിക്കും മാലിക്കും ഇലാഹുമായ റബ്ബിന്റെ അസ്തിത്വത്തിന് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ചില സിഫത്തുകൾ. ഒന്ന് പറഞ്ഞാൽ ഹയാത്ത്, അതുപോലെ പിന്നെ ഇൽമ്, ഇങ്ങനെ ചില സിഫത്തുകൾ. അള്ളാഹു അറിയണം, എല്ലാം അറിയുന്നവനായിരിക്കണം. അപ്പൊ ആരാധിക്കപ്പെടുന്ന ഒരു റബ്ബുണ്ടെങ്കിൽ നമ്മൾ പറയണത് തന്നെ എന്താ? ആരാധിക്കപ്പെടാൻ ഒരാൾ അർഹനാണെങ്കിൽ അവൻ എന്തായിരിക്കണം? അവൻ എല്ലാം അറിയുന്നവനായിരിക്കണം. അവൻ ആ അറിവിൽ ന്യൂനത ഉണ്ടാകാൻ പാടില്ല എന്ന് ലോകത്ത് ആരാധ്യൻ എന്നൊരു പിന്നെ വിശേഷണത്തെ അംഗീകരിക്കുന്ന എല്ലാവരും പറയുന്ന കാര്യം. നമ്മൾ പറയല്ലോ, മുകളിലൊരാൾ കാണുന്നുണ്ട്, ഓനെല്ലാം അറിയുന്നുണ്ട് എന്ന് അള്ളാഹുവിനെ കുറിച്ച് എന്നല്ല, ആരാധ്യനായ ഒരുത്തൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും പറയുന്ന കാര്യമാണ്. അത് സർവമായി ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യവുമാണ്. അപ്പൊ അവരത് അംഗീകരിക്കും. അള്ളാഹുവിന്റെ ഇൽമ് എന്ന സിഫത്ത് അവർ അംഗീകരിക്കും. പിന്നെ ഹയ്യായിരിക്കണം, ഹയാത്തോടുള്ള റബ്ബിനെ മാത്രമേ നമുക്ക് ആരാധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരതും അംഗീകരിക്കും. ഇങ്ങനെ ചില സിഫത്തുകൾ മാത്രം എണ്ണിപ്പെറുക്കി അനിവാര്യതയുള്ള സിഫത്തുകൾ വിശ്വസിക്കുകയും മറ്റെല്ലാ സിഫത്തുകളും, ഇപ്പൊ അള്ളാഹുവിന്റെ ഹുബ് എന്ന് പറയുന്ന സിഫത്ത് അവരെന്താക്കില്ല? അംഗീകരിക്കില്ല. കാരണം അനിവാര്യതയിൽ പെടുന്ന കാര്യമല്ല. അതിന് വലിയൊരു കോൺട്രാഡിക്ഷൻ. അതിനെ നിഷേധിക്കുന്നവർ തന്നെ പല ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യും. അതാണ് പറഞ്ഞത്, അശ്അരിയത്തല്ല യഥാർത്ഥത്തിൽ അവർ പിൻപറ്റുന്നത്. അശ്അരിയത്ത് ഇങ്ങനെയാണ് അതിന്റെ അസ്തിത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയും, അല്ല, അള്ളാഹു ഖുർആനിൽ അവനുണ്ട് എന്ന് പറഞ്ഞ ദാത്തിയായും ഫിഅലിയായുമായ എല്ലാ സിഫത്തും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കും. യഥാർത്ഥത്തിൽ ഈ വിശ്വാസം നമുക്ക് നൽകുന്ന ഒരു വലിയ സന്തോഷമല്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ അല്ലെ? പിന്നെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ അഹബ്ബല്ലാഹു ഫുലാനൻ, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ നാദാ ജിബ്രീലിനെ വിളിക്കും. എന്നിട്ട് പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ,
ഞാൻ എന്ന മനുഷ്യനെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ജിബ്രീൽ താങ്കൾ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ. അങ്ങനെ ജിബ്രീൽ ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യുനാദി മൻഫിസ്സമാ, ആകാശത്തുള്ള മുഴുവൻ ആളുകളെയും ജിബ്രീൽ വിളിച്ചു കൂട്ടും. എന്നിട്ട് പറയും, അള്ളാഹു ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അഹ്ലുസമാ, ആകാശത്തുള്ള മുഴുവൻ മലായിക്കത്തുകളെ നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണമെന്ന് പറയും. അങ്ങനെ ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. പിന്നെ സുമ്മ യൂളഉ ലഹു അൽ ഖബൂലു ഫിൽ അർദ്. അതിന്റെ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഭൂമിയിൽ അവനൊരു സ്വീകാര്യത അല്ലാഹു കൊടുക്കും. അവന്റെ വാക്കുകൾക്ക്, അവന്റെ നിലപാടുകൾക്ക് ഒക്കെ ഒരു സ്വീകാര്യത കിട്ടുക എന്നതിന്റെ അടയാളമായി സംഭവിക്കുന്ന. അപ്പോൾ അള്ളാഹുവിന്റെ മഹബത്ത് എന്ന് പറഞ്ഞൊരു സിഫത്ത് വിശ്വസിക്കാത്തവർ എത്ര വലിയ നിർഭാഗ്യരാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ ആലോചിച്ച് നോക്കി. 7 ആകാശങ്ങൾക്ക് മുകളിൽ മുഖറബീങ്ങളായ മലക്കുകൾക്കിടയിൽ നിന്ന് അള്ളാഹു നമ്മളെ കുറിച്ച് പറയാം, എന്നിട്ട് നമ്മൾ ഇഷ്ടമാണെന്ന് പറയാം, എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെ ഇഷ്ടപ്പെടുക, അതിന്റെ ഭാഗമായി ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും നമ്മൾ ഇഷ്ടപ്പെടുക. അതൊരു ഒരു മുഅ്മിന് കിട്ടുന്ന വലിയ സന്തോഷമാണ്, നിഅമത്താണ്. ആ വാതിൽ അടച്ചു കളയാണ് യഥാർത്ഥത്തിൽ അത്തരക്കാരായ നിർഭാഗ്യവാന്മാരായ ആളുകൾ ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ഖുർആൻ ഇനിയും പറഞ്ഞത്. യുഹിബ്ബു തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ റബ്ബ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യുഹിബ്ബുൽ മുത്തത്വഹിരീൻ, ശുദ്ധി പാലിക്കുന്നവരെ, ആന്തരികവും ബാഹ്യവുമായി ശുദ്ധി പാലിക്കുന്നവരെ റബ്ബിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യുഹിബ്ബുൽ മുത്തഖീങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മുത്തഖീങ്ങൾ റബ്ബിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ സാധിക്കുന്ന ക്വാളിറ്റികൾ പറഞ്ഞെടുത്ത് നമ്മൾ ആവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മഹബത്ത് എന്നൊരു സിഫത്തുണ്ട്. അവൻ അവന്റെ അടിമകളെ ഇഷ്ടപ്പെടുന്നുമുണ്ട്. അള്ളാഹു നമ്മളെയും അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ഒരു ദിവസം മലക്കുകളോട്, ജിബ്രീലിനോട്, മലക്കുകളോടൊക്കെ നമ്മളെക്കുറിച്ച് സ്മരിക്കപ്പെടുന്ന ഒരു സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സംവിധാനിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്.